morning. A company issued 10,000 debentures of rupees 100 each for subscription. The debenture money are payable as follows: rupees 30 on application, 40 on allotment, 20 on first call and 10 on second call. A person who holds 200 debentures fails to pay the amount ഡ്യൂ അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻറ്റ് മണി. അതായത് ശരിക്കും അലോട്ട്മെൻറ്റ് മണി ഡ്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരിക? അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 40 × 10,000 എന്ന് പറയുമ്പോൾ 4 lakh rupees ആണ് ശരിക്കും അലോട്ട്മെൻറ്റ് മണി വരേണ്ടത്. അതിൽ അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നത് 4 lakh വരും. അതിൽ ഒരു ഡിബെഞ്ചർ ഹോൾഡർ എത്ര ഡിബെഞ്ചേഴ്സ് ഹെൽഡ് ചെയ്തെന്നാണ് പറയുന്നത്? 200 ഡിബെഞ്ചേഴ്സ് ഹെൽഡ് ചെയ്യുന്ന ഒരു ഡിബെഞ്ചർ ഹോൾഡർ എന്ത് ചെയ്തില്ല എന്നാണ് പറയുന്നത്? ഈ ഫെയിൽസ് ടു പേ ദ അലോട്ട്മെൻറ്റ് മണി. അപ്പോൾ 200 × 40 എന്ന് പറയുന്ന സമയത്ത് എത്ര വരിക? 8,000 rupees ഷോർട്ട് ഉണ്ടാവും അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന സമയത്ത്. മനസ്സിലായോ? പിന്നെ പറയുന്നത് he however pays the amount, this amount with the first call money. ഈ 8,000 rupees ഇയാളെ ഏതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്? ഫസ്റ്റ് കോൾ മണീൻ്റെ കൂടെ. അപ്പോൾ ഫസ്റ്റ് കോൾ മണി എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ് വരുന്നത്? ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞ് നമുക്ക് ശരിക്കും ഡ്യൂ ആവുന്നത് 10,000 × 20,000 ആണ്. 2 lakh ആണ് ശരിക്കും ഫസ്റ്റ് കോൾ മണി വരിക. ഇതിൻ്റെ കൂടെ ഏതും കൂടെ വരും? 8,000 rupees കൂടെ കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? വേറൊരു ഡിബെഞ്ചർ ഹോൾഡർ ഉണ്ടായിരുന്നു. അനദർ പേഴ്സൺ ഹു ഇസ് ഹോൾഡിംഗ് 400 debentures ഹാസ് പെയ്ഡ് ഓൾ ദ കോൾസ് ഇൻ അഡ്വാൻസ് അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻറ്റ്. വേറൊരു ഡിബെഞ്ചർ ഹോൾഡർ 400 debentures ഹെൽഡ് ചെയ്യുന്ന ഒരു വ്യക്തി അയാൾ എന്ത് ചെയ്ത് എല്ലാ കോൾ മണിയും ഏതിൻ്റെ കൂടെ കൊടുത്തേച്ചു? അലോട്ട്മെൻറ്റിൻ്റെ കൂടെ കൊടുത്തേച്ചു. അതായത് 400 debentures എന്ന് പറയുമ്പോൾ 400 × അതിലെ ഫസ്റ്റ് കോൾ മണിയായ 20 rupees പിന്നെ ഫൈനൽ കോൾ മണിയായ 10 rupees ഇതെല്ലാം ഏതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്? അപ്പം 400 × 30 എന്ന് പറയുമ്പോൾ 12,000 rupees കോൾ മണി അലോട്ട്മെൻറ്റ് മണീൻ്റെ കൂടെ കൊടുത്തു എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഗീവ് ജേർണൽ എൻട്രീസ്. അപ്പോൾ ഫസ്റ്റ് എൻട്രി ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ 10,000 × 30 3 lakh. ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചേഴ്സ് സെയിം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു ഡിബെഞ്ചറിലേക്ക്. ഇനി അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവണം. അപ്പോൾ ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 10,000 × 40 4 lakh ആണ് ഡ്യൂ ആവുന്നത്. റിസീവ് ചെയ്യുന്നത് എത്രയാ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 8,000 rupees നേരത്തെ കുറവുണ്ടാവും. അതായത് 4 lakhൻ്റെ അകത്തുനിന്ന് 200 debentures ഹോൾഡ് ചെയ്യുന്ന ഒരാൾ അലോട്ട്മെൻറ്റ് മണി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ 200 × 40 എന്ന് പറയുമ്പോൾ 8,000 rupees കുറവുണ്ടാവും. അപ്പോൾ ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയേ വരുള്ളൂ? 3,92,000. ബട്ട് എ പേഴ്സൺ ഹു ഹോൾഡ്സ് 400 debentures പെയ്ഡ് ഓൾ ദ കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പം ഈ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് എത്ര ഡിബെഞ്ചറിൻ്റെ മുകളിലാണ്? 400 × വരുന്നത് 20 rupees ഫസ്റ്റ് കോളും 10 rupees സെക്കൻഡ് കോളും, അങ്ങനെ 30 വെച്ചിട്ട് അലോട്ട്മെൻറ്റ് മണീൻ്റെ കൂടെ കോൾ മണി അഡ്വാൻസ് ആയിട്ട് കിട്ടി 12,000. മനസ്സിലായോ? അപ്പോൾ ജേർണൽ എൻട്രി ശ്രദ്ധിക്കണം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 4,04,000 ടു ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് ടു ഡിബെഞ്ചർ കോൾസ് ഇൻ അഡ്വാൻസ്. ഓക്കെ. ഇനി ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവണം. ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി എന്താ വരിക? ഡിബെഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 10,000 × 20 ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് 2 lakh. ഇനി ഈ ഡിബെഞ്ചർ ഫസ്റ്റ് കോളിൽ റിസീവ് ചെയ്യാൻ ഫുൾ കിട്ടാനില്ല. കാരണം ഈ 10,000-ൽ 400 ഡിബെഞ്ചേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾ അഡ്വാൻസ് തന്നതാണ്. അപ്പോൾ ആ കോൾസ് ഇൻ അഡ്വാൻസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് ഡിബെഞ്ചർ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഫസ്റ്റ് കോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? 400 × ഫസ്റ്റ് കോൾ മണി എന്ന് പറയുന്നത് 20 ആണ്. അതാണ് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് ഇവിടെ എഴുതേണ്ടത്. സെക്കൻഡ് കോൾ എത്തുമ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് അവിടെയും കൊടുക്കണം. അപ്പോൾ ഡിബെഞ്ചർ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റ് ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട്.
ഇനി ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യാൻ പോവുക. ഈ റിസീവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ അലോട്ട്മെൻറ്റ് മണി കൊടുക്കാൻ ഫെയിലായ ആ 200 ഡിബെഞ്ചേഴ്സിൻ്റെ അലോട്ട്മെൻറ്റ് മണി കൂടെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് കോളിൻ്റെ കൂടെ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് 200 × 40 ടു ഡിബെഞ്ചർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് കിട്ടാനുള്ളത് 400 ഡിബെഞ്ചേഴ്സിൻ്റെ മുകളിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം 9600 × 20 വരിക. അതായത് 400 ഡിബെഞ്ചേഴ്സിൻ്റെ കോൾ മണി ഇറ്റ് ഈസ് ഓൾറെഡി റിസീവ്ഡ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഫൈനൽ കോൾ ഡ്യൂ ആവുന്ന സമയത്ത് ഡിബെഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് 10,000 × 10 1 lakh. അതിൽ കോൾസ് കിട്ടിയത് എന്ത് ചെയ്യണം? ഡിബെഞ്ചർ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 4,000 rupees. Last, when you receive final call money, bank account debtor to ഡിബെഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എത്രയാണ് കിട്ടുക? 96,000 കിട്ടാനുള്ളൂ. കാരണം വി ഹാവ് ഓൾറെഡി റിസീവ്ഡ് 4,000 rupees. ദാറ്റ് ഈസ് 400 × 10. മനസ്സിലായോ? താങ്ക് യു.